ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ റിവ്യൂ കാര്യങ്ങളും അല്ല, ട്രാവൽ വ്ലോഗ് ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഷോറൂമിൽ ആവശ്യമുള്ള കുറെ ടൂൾസ് പുതിയതായിട്ട് വാങ്ങി നമ്മൾ ഈ ഒരു ടൂൾ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് സ്റ്റാൻലിയുടെ ടൂൾ ബോക്സിന്റെ ബോക്സാണ്, ആമസോണിൽ മേടിച്ചതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ഡെയിലി ആവശ്യം തന്നെ കുറെ ടൂൾസ് ഉണ്ട് ഈ ഷോറൂമിൽ ആവശ്യം തന്നെ. അതായത് നമ്മളിപ്പോ ഒരു വണ്ടി പ്രാന്താണെങ്കിൽ പോലും വണ്ടിക്ക് നമ്മൾ കുറച്ച് പണികൾ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്ക് തന്നെ ചെയ്യേണ്ട കുറച്ച് അധികം ടൂൾസുകൾ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ടൂൾസ് ഉണ്ടായിരുന്നു, അത് ബക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ട് പല വഴിക്ക് പോയിട്ടോ, അത് ഒരുമിച്ച് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൂൾ ബോക്സ് മേടിച്ചോ. ഇത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വെക്കുകയും ചെയ്യാം, ഇത് നഷ്ടപ്പെട്ടു പോകില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെ റേറ്റ് ആയി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം, ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡേ നമ്മുടെ ഈ ബോക്സ് ആണ്. ഈ ബോക്സിന് ഏകദേശം ഒരു 899 രൂപ ആണ് ഇതിന്റെ വില വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു ബോക്സ് പാനലിന്റെ സെറ്റ് ആണ്, അത് ആമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വരുന്നത് 890 രൂപ ഉണ്ടോ. ഇതിവിടെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു കോമ്പിനേഷൻ സ്പാനറിന്റെ സെറ്റ് ആണ്, ഇതും സ്റ്റാൻലിയുടെ തന്നെയാണ്. ഇപ്പൊ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ കോമ്പിനേഷൻ സ്പാനർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം എല്ലാ ഏറ്റവും സ്മോൾ സൈസ് 6-7 മുതലുള്ള സ്പാനറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും റിംഗ് സ്പാനറിന്റെ സെറ്റ് ആണ്. ഇതിന് ഏകദേശം ഒരു 760 രൂപ സംതിങ് കണ്ടോ വന്നേ. ഇത് ടപ്പാരിയുടെ ആണ്. പിന്നെ ഈ കാണുന്ന ഡബിൾ ഹാൻഡിന്റെ ഒരു സെറ്റ് ഉണ്ട്, അത് ഏതോ ഒരു കമ്പനിയാണ്, അതിനായത് 250 രൂപ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ LNG സെറ്റ്, ഇതിന് വന്നേക്കുന്നത് 150 രൂപ സംതിങ് ആയിട്ടായുള്ളൂ. പിന്നെ ഇതൊക്കെ എനിക്ക് ഓരോ വണ്ടി മേടിച്ച് പൈലിലും കിടന്ന് കിട്ടിയതാണ്. പിന്നെ ഈ ആമൊക്കെ ഒരു വണ്ടിയിൽ വന്നപ്പോൾ കിട്ടിയതാണ്. പിന്നെ എൻ്റെ ഒരു പഴയ സ്ക്രൂ ഡ്രൈവർ, അത് ഞാൻ എൻ്റെ ഇവിടെ ഷോറൂമിൽ ഇരുന്നതാണ്. പിന്നെ ഇതൊരു 60 രൂപയുടെ നമ്മുടെ വയർ കട്ടറാണ് കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇത് ഫ്രീമാൻ എന്ന് പറഞ്ഞതിൻ്റെ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് വെച്ചത്. പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ടോ, കട്ടിംഗ് പ്ലെയർ വീട്ടിലിരിക്കുവാണ്, അത് എടുത്തുകൊണ്ടതില്ല, അത് എടുത്തു വെക്കണം. അപ്പൊ ഇത് കണ്ടല്ലോ, ഇതിന് 60 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഈ സ്ക്രൂ സ്പാനർ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണ സ്പാനർ കാര്യങ്ങൾ, ഇതും ടപ്പാരിയുടെ തന്നെയാണ്. പിന്നെ 2 പഴയ സ്പാനർ ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും സ്പാനറുകളാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ സ്പാനർ ഇല്ലെന്ന് വെച്ചാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും അല്ല കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകണം, പല വഴിക്ക് പോകണോണ്ട് ഞാൻ ഷോറൂമിലേക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ച ഒരു ടൂൾ ബോക്സിന്റെ സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ചെയ്യാം. ഇനിയിപ്പോ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കട്ടിംഗ് പ്ലെയർ, അത് വാങ്ങിക്കണ്ട, വീട്ടിൽ ഇരിപ്പുണ്ട്. എക്സ്ട്രാ 3-4 ഉണ്ട്. അപ്പൊ ഒരെണ്ണം എടുത്തോണ്ട് വെച്ചാൽ മതി. പല ആവശ്യങ്ങൾക്കായിട്ട് മേടിച്ചത് പല സൈഡുകളിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് എക്സ്ട്രാ വാങ്ങിക്കണം, ചെറുത് സ്റ്റാർ മൈനസ് ഉള്ള സ്ക്രൂ ഡ്രൈവർ സെറ്റ് വാങ്ങിക്കണം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു എന്താ വൈസ് ഗ്രിപ്പ് എന്ന് പറഞ്ഞ ആ സാധനം ഒരെണ്ണം വാങ്ങിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഇനി വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ വീഡിയോ ഇടാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ബോക്സ് നമുക്ക് നോക്കാം. ബോക്സ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. 899 രൂപയ്ക്ക് ഒരു ന്യായമായിട്ടുള്ള വില കേട്ടോ. ഇത് തുറന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ട്രേ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ട്രെയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് സ്ക്രൂ ഡ്രൈവറും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ട്രെയില്. ആമസോണിന്റെ സ്റ്റിക്കർ വന്ന് പറിച്ചു കളഞ്ഞിട്ടില്ല. അപ്പൊ അതെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ എന്തോ ഉണ്ട്, ഇവിടെയും കുറച്ച് സ്ക്രൂവും സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും അത്യാവശ്യം സ്ക്രൂവും സാധനങ്ങളും ഇടാനുള്ള ഒരു ട്രൈ ഉണ്ട്, അത് നല്ല കേട്ടോ. അപ്പൊ സ്ക്രൂവും സാധനങ്ങളും പുറത്ത് വെച്ച് കളയുകയും വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണം ഈ ഒരു സെറ്റ്, ഫുൾ സെറ്റ് ഇങ്ങനെ തന്നെ ഇറക്കി വെക്കണം, സുഖമായിട്ട് ഒതുങ്ങിയിരുന്നോളും. പിന്നെ ഈ കോമ്പിനേഷൻ, ഈ ഡബിൾ ഹാൻഡ് അടക്കി എടുത്തു വെക്കാം. ഡബിൾ ഹാൻഡ് സ്പാനർ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ റിങ്, ഇതൊക്കെ ഈ സൈസുകളൊക്കെ എപ്പോഴും ആവശ്യമുണ്ടോ. നമ്മളൊരു ഞായറാഴ്ചകളിലോ അതല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് അവധിയുള്ള ദിവസങ്ങളിലോ പിന്നെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ അത്യാവശ്യം വർക്ക് നമുക്ക് അറിഞ്ഞിരുന്നാൽ ഇതൊക്കെ വെച്ച് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അടക്കിപ്പറക്കി നല്ല വെച്ചാൽ ഏകദേശം ഒതുക്കി വെച്ചേനെ കേട്ടോ. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ സ്റ്റാൻലിയുടെ ആയതുകൊണ്ട് ഇതിനൊരു സ്റ്റാൻഡിങ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ സാധനങ്ങൾ മിസ്സാവൂല, ഇതിന്റെ എണ്ണവും കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് വെച്ചേക്ക്. ഇത് കോമ്പിനേഷൻ സ്പാനർ ആണ്. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള ഇതുപോലത്തെ കുറച്ച് കൈപ്പിടിയൊക്കെ സൈഡിലേക്ക് ഒതുക്കി വെക്കാം. ഈ ഒരു വയർ കട്ടർ, പിന്നെ നമ്മുടെ പഴയകാല സ്ക്രൂ ഡ്രൈവർ കേട്ടോ, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആമ് നമ്മുടെ, ഇതും നമുക്ക് കോമണിലായിട്ട് മറ്റേ ബോക്സ് സ്പാനറിനൊപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം കോമൺ സൈസ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു LNG സെറ്റ്, ഈ LNG സെറ്റ് വേണമെങ്കിൽ പിന്നെ 3 ഉള്ളതും വേണമെങ്കിൽ മുകളിലേക്ക് ഈ ട്രൈയിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അതാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകില്ല.
ഇതൊക്കെയാണ് എപ്പോഴും കാണാണ്ട് പോകുന്ന സാധനങ്ങൾ. നമ്മളൊരു ആവശ്യത്തിന് നോക്കുമ്പോൾ ഇതൊന്നും കണ്ടുവന്ന് വരില്ല. എത്ര ടൂൾസ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ ഒറ്റ ടൂൾസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ടൂൾ ബോക്സിനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ബോക്സിന് എനിക്ക് കുഴപ്പമില്ല. ഞാൻ പല പരീക്ഷണങ്ങൾ നടത്തി, ബക്കറ്റിൽ ഇട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ പിള്ളേർക്ക് ഡ്രസ്സ് കൊണ്ടുപോകണ അതിലത്തെ ഒരു കൊട്ടയുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് വെച്ചിട്ടൊന്നും കിട്ടണില്ല, എല്ലാം പല വഴിക്ക് പോവാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. നമ്മുടെ ആ ആം വേണമെങ്കിൽ മുകളിലേക്ക് എടുത്ത് വെക്കട്ടെ. ഇതിപ്പോ എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. അപ്പൊ ഇത് നോക്കിയോ, ഇവിടേക്ക് ഒന്ന് നോക്കി നമുക്ക് കാണാം. നമുക്ക് ആവശ്യമുള്ള എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. എല്ലാം സ്ക്രൂ സ്പാനർ ഇവിടെ വെക്കാം. അതുപോലെ ചെറിയ ചെറിയ സ്പാനറുകൾ പഴയതുണ്ടായിരുന്നൊക്കെ മുകളിലേക്ക് വെക്കാം കേട്ടോ. അപ്പൊ നല്ല ഒതുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളൊരു ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതാ ഉള്ള ഏതാ ഇല്ലാത്തതെന്ന് അറിയാൻ പറ്റില്ല. ഏതൊക്കെ സ്പാനർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നും കാണില്ല കേട്ടോ. അടി കിടന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഇത് അടയ്ക്കാം. ഇത് അടച്ചിട്ട് ഇനിയിപ്പോ കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരു പുതിയത് തന്നെ ഒരു സെറ്റ് വാങ്ങിച്ചോണ്ടാണ് കേട്ടോ. ഈ സെൽഫ് സ്ക്രൂ എപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു സാധനമാണ്. ഡംബറും കാര്യങ്ങളൊക്കെ വിട്ടെടുക്കുമ്പോൾ ഇത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് മുട്ടിച്ച് ഈ ഒരു ട്രൈയിലേക്ക് ഇട്ടേക്കാം. അപ്പൊ അതും ഇട്ട് വെച്ചാൽ കേട്ടോ. അതിൽ നീളം കൂടിയതും കുറഞ്ഞതുകൊണ്ട് 1.5 ഇഞ്ചും 1 ഇഞ്ചും ഉണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിന്റെ നമ്മൾ വേണമെങ്കിൽ മാറ്റിയിടാം. അപ്പൊ ഇതുപോലെ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ ടൂൾസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് മേടിക്കുമ്പോഴാണ് ഹെവി എക്സ്പെൻസ് ആയിട്ട് വന്നുള്ളൂ. നമ്മൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ കുറച്ച് ടൂൾസ് ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോയി കൊടുക്കുന്ന കാശിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഷോറൂം ആകുമ്പോൾ വണ്ടി എപ്പോഴും വരും, ഓരോരോ കംപ്ലൈന്റുകളും കാര്യങ്ങളായിട്ട് എപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പിൽ പോകേണ്ട ഒരു ഇടയ്ക്ക് അവിടെയും തിരക്കായിരിക്കും. പിന്നെ ഇതുപോലുള്ള അവധി ദിവസങ്ങളിലും സമരമൊക്കെ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പെട്ടുകൂടും. അപ്പൊ കുറച്ച് ബേസിക് ടൂൾസ് ആണിത്. അപ്പൊ ഈ ടൂൾസ് കോമൺലി ഞാനിപ്പോ ഷോറൂമിൽ വെച്ചിട്ട് പോകാറുള്ള കാറിൽ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാറിലാണ് വയ്ക്കാറ്. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിലോ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയാലും നമുക്ക് എടുത്തുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കാം. അതേ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്, വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കാം. തുറന്നു കഴിയുമ്പോൾ തന്നെ ബേസിക് ആയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുനടക്കുന്ന മെയിൻ സാധനങ്ങളാണ് കേട്ടോ. അതെ, ഇതൊരു കോർഡ്ലെസ് ഡ്രില്ലാണ്. ഇത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. 2 ബാറ്ററി ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ബാക്കപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഇലക്ട്രിക് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ ഇതിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കാറ്റടിക്കണമെങ്കിലും വിഷയമില്ല. പിന്നെ വണ്ടിയുടെ ജാക്കയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു ജംപ് സ്റ്റാർട്ടർ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുപ്പി വെള്ളമാണ്, അത് ഞാൻ എപ്പോഴും കൊണ്ടു കിടക്കും കേട്ടോ. പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കണ്ടല്ലോ. പിന്നെ ഈ കുട എപ്പോഴും വണ്ടിയിലുള്ളതാണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ള കുറച്ച് ആക്സറീസ് കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ടൂൾ കിറ്റോടെ ഇന്നുപോലെ ആഡ് ആവാണ്ടോ. അപ്പൊ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു വർക്ക്ഷോപ്പുകാരന്റെ സഹകരണമില്ലാണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുനടക്കുക. വണ്ടിയിൽ കൊണ്ടുനടക്കുന്ന ഞാൻ പറയില്ല, ഒരു വണ്ടിപ്രാന്തനാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൊണ്ടുനടക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ആയിട്ട് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആവശ്യങ്ങളും അതിനനുസരിച്ച് വാങ്ങിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഒത്തിരി പൈസ ആയിട്ടുള്ള ഫീലും വരില്ല, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ശരിക്കും ഒരു അസറ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ ബൈ.